കർണാടക ശിരൂരിൽ അർജുനെ കണ്ടെത്താൻ ഇന്ന് പുഴയിലിറങ്ങി തിരച്ചിലില്ല. മണ്ണ് നീക്കുന്ന പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പുഴയിൽ ഡ്രഡ്ജിംഗ് സാധ്യത പരിശോധിക്കാൻ വിദഗ്ധ സംഘം ഇന്ന് രാത്രി ശിരൂരിലെത്തും. നിലവിൽ കർണാടക തെരച്ചിൽ ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടാണ്. കേരളത്തിന്റെ മാത്രം പ്രശ്നമില്ലല്ലോ, നമ്മുടെ 3 സഹോദരങ്ങളുണ്ടല്ലോ. ഇവിടെ ലോകേഷും ജഗന്നാഥനുണ്ട്, അത് ഇവിടുത്തെ കുട്ടികളാണ്. അതുപോലെ നമ്മുടെ അർജുൻ. അപ്പോൾ ഈ 3 പേർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ തെരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലായി മണിക്കൂറുകളായി വളരെ ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് കാണുന്നത്. എങ്കിലും വളരെ സൗഹൃദപരമായിട്ടുള്ള നിലപാടാണ് ഇരു സർക്കാരുകളും തമ്മിൽ സ്വീകരിക്കുന്നത്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ പുഴയുടെ അടിയൊഴുക്കും ഇന്നത്തെ നിലയിൽ അത് കണ്ടെത്താനുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ അതിജീവിക്കാൻ കഴിയും വിധത്തിലേക്കുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനാണ് ഡ്രഡ്ജിങ്ങിൻ്റെ മിഷനെക്കുറിച്ചൊക്കെ ആലോചിച്ചത്. തൃശ്ശൂരിൽ നിന്ന് ആ യന്ത്രം കൊണ്ടുവരണമെന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഇപ്പോൾ അതിൻ്റെ ടെക്നീഷ്യന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തിച്ചേരും. ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുക എന്ന തങ്ങളുടെ സമീപനം തുടരുക എന്നതിലേക്കാണ് ഇവിടുത്തെ ഭരണകൂടം പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കേണ്ടതുള്ളത്. തീർച്ചയായും നമ്മൾ പറഞ്ഞ അതേ ആശങ്ക അതാണ് ഇന്നിവിടെ കാഴ്ചയിലുള്ളത്. പക്ഷേ ഞങ്ങളുണ്ട്, കേരളത്തിലെ മാധ്യമപ്രവർത്തകരുണ്ട് എന്നതൊഴിച്ചാൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഒന്നും കരയിലോ വെള്ളത്തിലോ ഒന്നുമില്ല. രക്ഷാ ദൗത്യം പൂർണ്ണമായും ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവരിത് പൂർണ്ണമായി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇന്നലെ നടത്തിയത്. പല കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു. ഞാനിപ്പോഴും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വൈദഗ്ധ്യമുള്ള ടെക്നോളജിയുടെ പല തലങ്ങളെക്കുറിച്ചും പല ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും അതൊന്നും കൊണ്ടുവരാൻ പോലും ഇവർ തയ്യാറായില്ല. ഏറ്റവും ഒടുവിലാണ് ഇതിൽ നിന്ന് എവിടെയോ ഇത് നിർത്താനുള്ള ഒരു രക്ഷ എന്ന വണ്ണം തൃശ്ശൂരിൽ നിന്നുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാം, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ വളരെ വേഗതയിൽ നമ്മൾ എത്തിക്കാനുള്ള നടപടിക്രമം നടത്താം. അപ്പോഴാണ് ടെക്നീഷ്യൻ്റെ കാര്യം പറഞ്ഞത്. ഏതായാലും അവർ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. KV ബൈജു ചേരുന്ന വിശദാംശങ്ങളുമായി. ബൈജു, അർജുനെ കാണാതായിട്ട് നാളെ 2 ആഴ്ചയാകുകയാണ്. ഇതുവരെയും ഒരു സൂചനയും ഇല്ലാത്തത് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് ഏറെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അർജുൻ്റെ കുടുംബം, മറ്റ് ജനപ്രതിനിധികളടക്കം ഈ നിരാശ പങ്കുവെക്കുന്നുമുണ്ട്. ഏറ്റവും നൂതന സംവിധാനങ്ങളുള്ള യന്ത്രങ്ങൾ കൊണ്ടുവന്ന് പരിശോധിക്കണമെന്ന ആവശ്യമൊക്കെ ഉയർത്തുകയാണ്. അതിനിടെ കർണാടക ഈ തെരച്ചിൽ അവസാനിപ്പിച്ച മട്ടും ഇനി എന്താണ് ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളത്? ബൈജു, ടോമെ, ഇതിൽ അനിശ്ചിതത്വം തുടരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കർണാടക ഇതിൽ നിന്നും പിന്മാറുന്നു എന്ന് വേണം കരുതാൻ. അത് തന്നെയാണ് സംഭവിച്ചതും. ഏതായാലും ഇപ്പോൾ നിലവിൽ കരയിലും പുഴയിലുമുള്ള തെരച്ചിൽ പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ 14-ാം നാളായിരിക്കുന്നു. ഇനി എപ്പോഴാണ് അർജുനെ കണ്ടെത്തുക? ഒപ്പം 2 കന്നഡികരും ആ മണ്ണിനടിയിലോ പുഴയിലോ ആയി ഉണ്ട്. അവരെ എപ്പോൾ കണ്ടെത്തുമെന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഇനി എത്ര ദിവസം വേണ്ടിവരും? പുഴയിലെ അടിയൊഴുക്ക് അത് കുറയണമെങ്കിൽ ചുരുങ്ങിയത് 1 മാസമെങ്കിലും എടുക്കും. 21 ദിവസം കാലാവസ്ഥ ഇതേ രീതിയിൽ തുടരുമെന്നാണ് പ്രവചനം. അപ്പോൾ 1 മാസമെങ്കിലും എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇനി എത്രത്തോളം നീണ്ട കാത്തിരിപ്പായിരിക്കും അതിന് വേണ്ടി വരിക എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും കർണാടക ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് എല്ലാ സംവിധാനങ്ങളും അവിടുന്ന് പിൻവലിച്ചു കഴിഞ്ഞു. നാവികസേന അവിടെ നിന്നും മടങ്ങി. ഇനി സൈന്യം മാത്രമാണുള്ളത്. സൈന്യമാണെങ്കിൽ ഇപ്പോൾ കരയിലെ തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സൈന്യം വ്യക്തമാക്കിയതാണ്. അങ്ങനെയെങ്കിൽ ഇനി സൈന്യത്തിന് അവിടെ എന്താണ് കാര്യം? അവർക്കിനി മടങ്ങി തിരിച്ചു പോകേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ഈ നാവികസേന തൊട്ടടുത്തുനിന്നാണ് വരേണ്ടത്. ഏത് സമയത്ത് വിളിച്ചാലും എത്തുമെന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ ഇനി കർണാടക എത്രത്തോളം മുൻകൈ എടുക്കുമെന്നത് നമ്മൾ കാത്തിരുന്നതിനെ കാണണം. ഈ ചോദ്യം നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് 14 ദിവസമായിരിക്കുന്നു. പക്ഷേ ഇതിന് ഒരു ഉത്തരം ഇതുവരെ കർണാടക സർക്കാരിന് ഈ ഭാഗത്തുനിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും തൃശ്ശൂരിൽ നിന്നുള്ള അത്യാധുനിക സംവിധാനം എത്തിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ വലിയ സാങ്കേതികത്വം കർണാടക ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കർണാടകയിൽ നിന്നുള്ള ടെക്നീഷ്യന്മാർ അവിടെ തൃശ്ശൂരിലെത്തി പരിശോധിക്കേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള സംഘം ഏതായാലും ശിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ആ സ്ഥലം പരിശോധിക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ തോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടങ്ങളിൽ പായലും ചെറിയ തോതിലുള്ള മണ്ണും മാത്രം എടുക്കുന്ന ഒരു യന്ത്രമാണ്. ഇത്രയും കുത്തൊഴുക്കുള്ള ഒരു പുഴയിൽ എങ്ങനെയാണ് ഈ യന്ത്രം ഉപയോഗിച്ച് ഈ വലിയ ലോറിയിൽ നിന്ന് എടുക്കുക എന്നത് ഒരു ചോദ്യം തന്നെ. ഏതായാലും അത്യാധുനിക സംവിധാനങ്ങൾ
ഇതൊന്നും പോരാ, വലിയ തോതിലുള്ള സംവിധാനങ്ങൾ വേണം. എന്നാൽ മാത്രമേ ഇത്രയും അടിയൊഴുക്കുള്ള ഒരു പുഴയിൽ നിന്നും ഈ ലോറി, മണ്ണിൽ പൂണ്ട് കിടക്കുന്ന ഈ ലോറി പുറത്തേക്കെടുക്കാൻ പറ്റൂ. ആ ക്യാബിനകത്ത് ഇനി അർജുനുണ്ടോ എന്നറിയണം. അതില്ലെങ്കിൽ അതിന് തൊട്ട് അടുത്തായി വലിയ തോതിലുള്ള മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺകൂനയിൽ പരിശോധന നടത്തേണ്ടി വരും. ഏതായാലും ഇനി വൈകും, അത് നീളും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അർജുന്റെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എന്റെ മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റുമോ എന്നാണ്. അത് അത്തരത്തിൽ നിരവധി അമ്മമാരാണ് കേരളത്തിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റുമോ എന്ന ചോദ്യം ഉയർത്തുന്നത്. അതിന് ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. എന്തായാലും കർണാടക ഈ തിരച്ചിൽ രക്ഷാദൌത്യത്തിൽ നിന്നും പിന്മാറുന്നു എന്ന് തന്നെയാണ് ഇന്നലത്തെ കാര്യം. AKM അഷ്റഫ് MLA അവിടെ നിന്നും മടങ്ങിയിരിക്കുന്നു. ഇനിയുള്ളത് M രാജകുമാരനും ബിജിൻ MLAയുമാണ്. 2 ജനപ്രതിനിധികൾ അവിടെയുണ്ട്. പക്ഷേ കർണാടക ഏത് രീതിയിലാണ് കേരളത്തിന്റെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സിദ്ധരാമയ്യ സംസാരിച്ചെങ്കിലും ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് പോകുന്നതെന്ന് വലിയ ആശങ്കയുണ്ട്. കുടുംബത്തോട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ആ പ്രദേശത്ത് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല. കരയിലും അതുപോലെ തന്നെ പുഴയിലും 2 ഭാഗത്തും തെരച്ചിൽ നടക്കുന്നില്ല. പ്രത്യേകിച്ച് കരയിൽ ഇനി തെരച്ചിൽ നടത്തിയിട്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. പ്രധാനമായി പുഴയിലാണ് തെരച്ചിൽ നടത്തേണ്ടത്. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളില്ലാതെ ഇത്രയും വലിയൊരു അടിയൊഴുക്കുള്ള പുഴയിൽ എങ്ങനെ തെരച്ചിൽ നടത്തുമെന്ന ചോദ്യമുണ്ട്. കാരണം 7 നോട്ട്സാണ് അവിടെയുള്ള ഈ ഒഴുക്കിന്റെ ശക്തി. അത് 3.5 വരെ നാവികസേന അതിലേക്ക് ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധരെ ഇറക്കാമെന്ന് പറയുന്നു. അപ്പോൾ 7 നോട്ട്സ് എന്നുള്ളത് കുറയേണ്ടിയിരിക്കുന്നു. അത് നിലവിൽ ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലം തന്നെയാണ്. ഇന്ന് ഒറ്റപ്പെട്ട മഴ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്ര ശക്തമായ മഴയൊന്നും ഇന്നില്ലെങ്കിലും ഒറ്റപ്പെട്ട മഴ ഇന്നും ഉണ്ടായിരുന്നു. ഈ ശിരൂരും പ്രദേശത്തും എല്ലാം ഇത്തരത്തിൽ മഴ പെയ്യുന്ന ശക്തമായ കാറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും വളരെ വൈകി എന്ന് വേണം നമുക്കിപ്പോൾ പറയാൻ. തുടക്കത്തിൽ ചെയ്യേണ്ട പല പ്രവൃത്തികളും അവസാന നിമിഷത്തിലേക്ക് വെച്ചു. ഓരോ ദിവസവും രാത്രി പോലെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ. കർണാടക തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. നാവികസേന അവിടെ നിന്നും പോയിരിക്കുന്നു. അവസാനമായി M ബിജിൻ MLA സൂചിപ്പിച്ചതുപോലെ ഏതാനും ജനപ്രതിനിധികളും കേരളത്തിൽ നിന്നുള്ള ചില മാധ്യമ പ്രവർത്തകരും മാത്രമാണ് ഇനി അവരെ ബാക്കിയുള്ളത്. പക്ഷേ ഇനിയും അർജുനെ കണ്ടെത്തണം എന്ന ആവശ്യം ഇപ്പോഴും കേരളം ഒന്നടങ്കം ഉയർത്തുകയാണ്. അർജുൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നാട്ടിലേക്ക് മടങ്ങാനില്ലെന്ന് സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. രക്ഷാദൌത്യം നിർത്തിവെച്ചത് ശരിയായില്ലെന്നും ഡ്രഡ്ജിങ്ങിൽ പ്രതീക്ഷയുണ്ടെന്നും ജിതിൻ ന്യൂസ് 18നോട് പറഞ്ഞു. അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിതിൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ദൗത്യം പൂർണ്ണമായും നിർത്തിയ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ സൈന്യം അടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ റോഡിലേക്ക് വീണിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നൊരു പ്രവൃത്തി മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയൊരു ഇത് പുനരാരംഭിക്കുമോ? എന്താണ്, എങ്ങനെയാണ്, പ്രതീക്ഷയുണ്ടോ? പുനരാരംഭിക്കും എന്നുള്ള പ്രതീക്ഷ അത് ഉണ്ട്. പക്ഷേ അത് എന്ന് എന്നുള്ളതിലൊരു ചോദ്യചിഹ്നം ഉണ്ട്. ഈ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഓപ്പറേറ്റേഴ്സ് ഇവിടെ ഇന്ന് രാത്രി എത്തി. ഇതിന് ശേഷം നാളെ രാവിലെ ഇവിടുത്തെ സ്ഥലങ്ങൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക എന്നാണ് അറിയാൻ പറ്റിയത്. അത് വിജയിക്കുകയാണെങ്കിൽ പിന്നെ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തും എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ ഇത്രയും നീണ്ടു പോകുമ്പോൾ കുടുംബത്തിനൊരു മാനസിക വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കയ്യിലല്ലാന്നെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഒന്നും എങ്കിലും അത് ഡ്രഡ്ജിങ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അല്പസമയം മുമ്പ് MLA പങ്കുവച്ചത്. 2 MLAമാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി നമ്മുടെ ഒരു ആകെയുള്ള പ്രതീക്ഷ അത് തന്നെയാണെന്നും പറയുന്നു. പക്ഷേ ഗംഗാവലി നദിയിൽ ഇപ്പോഴും ശക്തമായ ഒഴുക്കാണ്. ഒപ്പം തന്നെ ഇപ്പം നിലവിലുള്ള ഈ ഡ്രഡ്ജിങ് കേരളത്തിൻ്റെ മണ്ണുത്തിയിലുള്ളത് അത്രത്തോളം പോസിബിളാണോ എന്നുള്ളൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് എത്രയും വേഗം ഇത് സാധ്യമാവുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കാലാവസ്ഥ മുന്നത്തെ അപേക്ഷിച്ച് ഇന്നലെ മുതൽ നല്ല കാലാവസ്ഥ, അനുകൂലമായ കാലാവസ്ഥയാണ്. ഇന്നലെ മുതൽ നദിയിലെ വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഒഴുക്കും അതിനനുസരിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളത്തിന് തെളിച്ചവും വരുന്നുണ്ട്. പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ ഒരു തുടർച്ച 2 ദിവസം കൂടി നിന്നാൽ നല്ല ക്രമാതീതമായിട്ട് വെള്ളം കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സമയത്തേക്ക് ഈ മിഷനും എത്തിച്ചേർന്നാൽ അത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അതിനിടയിൽ ഇവരെന്തെങ്കിലും, കാരണം ഇന്നലെ പറഞ്ഞത് നാവികസേനയും കരസേനയും ഇവിടെ തുടരും, മറ്റ് ഡിപ്പാർട്ട്മെൻ്റെല്ലാം ഇവിടെ തുടരുമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ആകെ 1-2 പോലീസുകാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യുന്നൊരു ആളുകളും യന്ത്രങ്ങളും ഇത് മാത്രമേ ഇപ്പോൾ ഇവിടെ. അതെ, ആ ഒരു സാഹചര്യം മാത്രമാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത് നമുക്കൊരു വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതിൽ ഇതുണ്ട് ഇപ്പോൾ. കാരണം പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. അങ്ങനെയൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്.
ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള അത് ആലോചിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഈ ഫ്ലോട്ടിങ്ങിനുള്ള പാൻറ്റൂൺ എത്തിക്കുക എന്നുള്ളത് രാജസ്ഥാനിൽ നിന്ന് എത്തിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ അത് രാജസ്ഥാനിൽ നിന്ന് എത്തിക്കാമെന്ന് കലക്ടർ ആ യോഗത്തിൽ ഉറപ്പ് കൊടുത്തതാണ്. രാജസ്ഥാനിൽ അത് എത്തിയതുമില്ല. കാർവാറിൽ അതിനുള്ള സംവിധാനമുണ്ട്, പക്ഷേ അതിൻ്റെ വിദഗ്ധരായ ആളുകളില്ല എന്നും പറയുന്നു. അതിൽ നിന്ന് കർണാടകം പുറകോട്ട് പോയി. പക്ഷേ ഡ്രഡ്ജിങ് നടത്തുന്നത് കേരളം മാത്രം മുൻകൈയെടുത്ത് ചെയ്യുന്നതാണ്. പക്ഷേ അവിടെയും കർണാടകത്തിൻ്റെ ഒരു സഹകരണം എത്രത്തോളം ഉണ്ടാകുന്ന കാര്യത്തിൽ എന്ത് തോന്നുന്നു? തോന്നുന്നില്ല അതിൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതലേ ഇവിടെയുള്ളത് ഏകോപനക്കുറവും കാര്യക്ഷമത ഇല്ലാതെ ഒരു ഒരു സംവിധാനവുമായിരുന്നു. അതിൽ പിന്നീട് അങ്ങോട്ട് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ 100% സംതൃപ്തരല്ലെങ്കിൽ കൂടിയിട്ടും സംതൃപ്തി ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ അതേ ഒരു സാഹചര്യം തന്നെയാണ് അവസാന നാളുകളിൽ വരെ നമ്മൾ കണ്ടത്. ഇന്നലെ വരെ ഉടനെ പെട്ടെന്നൊരു സമയത്ത് എല്ലാ തിരച്ചിലും അവസാനിച്ച് ഞങ്ങൾ തിരച്ചിൽ അവസാനിപ്പിക്കുന്നു, ഇനി നദിയിലെ ആഴം കുറഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു പ്രഖ്യാപനം നടത്തുകയും ചെയ്ത് അതെല്ലാം എന്തെല്ലാമോ ഒരു മുൻകൂട്ടി കണ്ടിട്ടുള്ളൊരു ഒരു ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇതിൽ വേറെ ഒരു ഒന്നുമില്ല, വേറെ ഒരു പ്രഷറൊന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെ തോന്നുന്നു. ഇനി എപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ഇതുവരെ. നോക്കട്ടെ, ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമല്ലോ. കാരണം കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. തുടരാൻ തന്നെയാണ് ഇപ്പോഴത്തുള്ള തീരുമാനം. ബാക്കി തീരുമാനങ്ങൾ ഇന്നത്തിന് ശേഷം അറിയിക്കും. ഇന്ന് രാത്രി ഡ്രഡ്ജിംഗ് ഏറെ നിരാശയോടെയാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പ്രതികരിക്കുന്നത്. അർജുനെ കാണാതായി നാളെ 2 ആഴ്ച പിന്നിടുകയാണ്. ഇതുവരെ അർജുനെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. ജിതിൻ്റെ വാക്കുകളനുസരിച്ച് അവിടെ ജിതിൻ മാത്രമാണിപ്പോൾ അവശേഷിക്കുന്നത്. മറ്റ് ആളുകളെല്ലാം നാവികസേനയും കരസേനയും അവിടെ നിന്നും മാറിയിരിക്കുന്നു. കർണാടക തെരച്ചിൽ നിർത്തിയ മട്ടാണെന്ന് പറയുന്നു. പക്ഷേ ഈ ജിതിൻ്റെ കുടുംബത്തോടൊപ്പം കേരളം ഒന്നടങ്കം ഈ അർജുന് വേണ്ടി അർജുനെ കണ്ടെത്തണമെന്ന ആവശ്യം ഇപ്പോഴും ഉയർത്തുകയാണ്. അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികൾ തുടരണമെന്നാണ് ആവശ്യം.